ടോപ്പ് ട്യൂഷന്റെ IT ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ITയിൽ വരുന്ന ഫസ്റ്റ് ചാപ്റ്റർ ആയ ലേഔട്ട് ഓഫ് പിക്ചേഴ്സിനെ കുറിച്ചിട്ടാണ്. ഇതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ചാപ്റ്ററിൽ വരുന്ന ഫോക്കസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ്. ക്വസ്റ്റ്യൻ: വാട്ട് ആർ ദ സ്റ്റെപ്സ് ടു ബി ടേക്കൺ ബിഫോർ ഡിസൈനിങ് എ പോസ്റ്റർ? ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്യുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ എന്തൊക്കെ സ്റ്റെപ്സ് നമ്മൾ എടുക്കണം? അപ്പോൾ ഒരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് അതിന് ആവശ്യമുള്ള എല്ലാ പിക്ചേഴ്സും നമ്മൾ കളക്ട് ചെയ്യാം. പിക്ചേഴ്സ് പറയുമ്പോൾ ആ ഒരു പോസ്റ്ററുമായി റിലേറ്റഡ് ആയിട്ടുള്ള പിക്ചേഴ്സ് ആണ് കളക്ട് ചെയ്യേണ്ടത്. പിന്നെ ആ ഒരു പോസ്റ്ററിന് വേണ്ട ഒരു ബാക്ക്ഗ്രൗണ്ട് കളറ് നമ്മൾ ഡിസൈഡ് ചെയ്ത് വെക്കാം. അതിനുശേഷം ഒരു ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട് ആ ഒരു പോസ്റ്റർ നല്ല അട്രാക്റ്റീവ് ആയിട്ട് മാറ്റാം. അതോടൊപ്പം അതിനകത്ത് നമുക്ക് എന്തെങ്കിലും മെസ്സേജ് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിന്റെ ഉത്തരം എങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: കളക്ട്സ് പിക്ചേഴ്സ് റിക്വയർഡ് ഫോർ പ്രിപ്പയറിംഗ് ദ പോസ്റ്റർ, പ്രൊവൈഡ് suitable background colors for the poster, include all pictures or parts of the image based on the topic on a canvas in such a way that they communicate the idea. Make the poster attractive using the provisions in image editing. Create message need to be included in the poster. Question: how to download and save the images? അപ്പോൾ ഒരു ഇമേജ് എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് സേവ് ചെയ്യാം? അപ്പോൾ ഒരു ഇമേജ് എങ്ങനെ സേവ് ചെയ്യാം നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു വെബ് ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് ഏത് ഇമേജ് ആണോ ഡൗൺലോഡ് ചെയ്യേണ്ടത് അത് സെർച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഏതെങ്കിലും ഫ്ലവേഴ്സ് ഡൗൺലോഡ് ചെയ്തെടുത്ത് നോക്കാം. ഫ്ലവേഴ്സ് എന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ഒത്തിരി ഫ്ലവേഴ്സ് ലിസ്റ്റ് ചെയ്ത് വരും. അപ്പോൾ ഇതിനകത്ത് ഏത് ഫ്ലവർ ആണോ വേണ്ടത് സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഒരു ഫ്ലവർ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇതിന്റെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഈ ഒരു ഇമേജിന്റെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് അവിടെ സേവ് ഇമേജ് ആസ് പറഞ്ഞ ഓപ്ഷൻ കാണാൻ കഴിയും. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് എവിടെയാണോ സേവ് ചെയ്യേണ്ടത് ആ ഒരു ലൊക്കേഷൻ സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഡെസ്ക്ടോപ്പ് സെലക്ട് ചെയ്യുന്നുണ്ട്. അതിനകത്ത് സേവ് ഇമേജ് എന്നൊരു പേര് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സേവ് എന്ന് കൊടുക്കാം. അപ്പോൾ ആ ഒരു ഇമേജ് ഇവിടെ ഡൗൺലോഡായി വന്നിട്ടാവും. നമ്മൾ ഏത് ലൊക്കേഷനാണോ കൊടുത്തത് ആ ലൊക്കേഷനിലോട്ട് അത് സേവ് ആയിട്ടുണ്ടാവും. ജസ്റ്റ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ഡെസ്ക്ടോപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പേര് കൊടുത്തത് സേവ് ഇമേജ് എന്നാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇമേജ് സേവ് ആയി കിടക്കുന്നത്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഇമേജ് ഓപ്പൺ ആയിട്ട് വരുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഇമേജ് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ സിസ്റ്റത്തിലോട്ട് സേവ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: we can download images using internet browser, that is Chrome, Edge, Mozilla, etc. Open browser and search what you want. Right click on the selected image. Select save image as option. Select the folder where you want to save. Select save option. Your image will be saved in the selected folder. Question: what are the features of GIMP? ജിംബിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? അപ്പോൾ ജിംബിന് ഒത്തിരി ഫീച്ചേഴ്സ് ഉണ്ട്. അതിൽ ചിലത് വന്നിട്ട് നമുക്കൊരു പർട്ടിക്കുലർ ഇമേജിൽ തന്നെ അതിനെ പാർട്സ് ആക്കിയിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ ഇമേജിനകത്ത് നമുക്ക് ടെക്സ്റ്റ് എല്ലാം ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ ഒരു ഇമേജിന്റെ കോപ്പി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതുപോലെ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് കുറച്ച് ഫീച്ചേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആൻസർ: ക്രിയേറ്റ് കോപ്പീസ് ഓഫ് ഇമേജസ്, സെപ്പറേറ്റ് പാർട്സ് ഓഫ് ഇമേജസ്, include letters in the picture, resize the images. Question: how to create a canvas in GIMP? ജിംബിനകത്ത് ഒരു പുതിയ ക്യാൻവാസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം? അപ്പോൾ ജിംബിനകത്ത് ഒരു ക്യാൻവാസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഓൾറെഡി ഉള്ള ക്യാൻവാസ് ഒക്കെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് പുതിയ ക്യാൻവാസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫയലിൽ പോവാം. ന്യൂ പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ക്രിയേറ്റ് എ ന്യൂ ഇമേജ് പറഞ്ഞ ഒരു ഡയലോഗ് ബോക്സിനകത്ത് വരും. ഇതിൽ നമ്മുടെ ക്യാൻവാസിൻ്റെ സൈസ് ഇവിടെ നമുക്കറിയുമെങ്കിൽ ആ ഒരു സൈസിൻ്റെ വിഡ്ത്തും ഹൈറ്റും ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ടെംപ്ലേറ്റ് ഇവിടെ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ്. നമുക്ക് ഇഷ്ടമുള്ള ഏത് ടെംപ്ലേറ്റ് വേണമെങ്കിലും
ഇവിടുന്ന് സെലക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ സെലക്ട് ചെയ്യുന്നതനുസരിച്ച് ആ ഒരു ടെംപ്ലേറ്റിലായിരിക്കും നമ്മുടെ ക്യാൻവാസ് അപ്പിയർ ആവുക. അല്ലെങ്കിൽ ഇവിടെ ഒരു ഇമേജ് സൈസിൻ്റെ വിഡ്ത്തും ഹൈറ്റും കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു വിഡ്ത്തിലും ഹൈറ്റിലും നമുക്കൊരു പുതിയ ക്യാൻവാസ് ക്രിയേറ്റ് ചെയ്ത് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ ഈ ഒരു വിഡ്ത്തും ഹൈറ്റിനെ കൊടുക്കുക. അത് പിക്സലിലായിരിക്കും വരുന്നുണ്ടാവുക. പിക്സൽ അല്ലെങ്കിൽ നമുക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ട്, ഇഞ്ചസ്, മില്ലിമീറ്റേഴ്സ് പറഞ്ഞിട്ട് കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു വിഡ്ത്തും ഹൈറ്റിന് കൊടുത്തിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു വിഡ്ത്തും ഹൈറ്റിൽ നമുക്കൊരു ക്യാൻവാസ് ഓപ്പൺ ആയി വന്നിട്ടുണ്ടാവും. ഇനി നമുക്കൊരു ടെംപ്ലേറ്റ് വെച്ച് നോക്കാം. ഇപ്പം ന്യൂ എടുക്കാം. ഞാനൊരു ടെംപ്ലേറ്റിൽ ഒരു B5 എടുത്തിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സൈസിലായിരിക്കും നമ്മുടെ ക്യാൻവാസ് ക്രിയേറ്റ് ആയി വരുന്നത്. ഇതിനകത്താണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു പുതിയ ക്യാൻവാസ് ജിമ്മിനകത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: go to file menu at the top left, select new from the drop down. A window will pop up called new image. In the new image window you will see fields for the width and height. Enter your desired dimensions in pixel, then click OK. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. Question: How is the canvas measured in GIMP? ജിമ്പിനകത്ത് എങ്ങനെയാണ് ഒരു ക്യാൻവാസ് മെഷർ ചെയ്യുന്നത്? അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജിമ്പിനകത്ത് ക്യാൻവാസ് മെഷർ ചെയ്യുന്നത് നോർമലി പിക്സൽ ആയിട്ടാണ്. അതുകൂടാതെ നമുക്ക് മറ്റ് മെഷർമെന്റ്സും ഉണ്ട്, അതായത് മില്ലിമീറ്റർ, പോയിന്റ്സ് ഒക്കെ പറയുന്നത്. അപ്പോൾ ഇതിന് ഉത്തരം എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: The size of the canvas is measured in pixel units. In addition to pixels, you can also select canvas in other units like centimeter, millimeter, inch, etc. from create a new image window. Question: How do we save a canvas in GIMP? ജിമ്പിനകത്ത് ഒരു ക്യാൻവാസ് എങ്ങനെ സേവ് ചെയ്യാം? അപ്പോൾ ജിമ്പിനകത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ക്യാൻവാസ് എങ്ങനെ സേവ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഞാനിവിടെ ക്യാൻവാസ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഇതിൽ എന്തെങ്കിലും നമുക്ക് എഡിറ്റ് ചെയ്യാം. വേണമെങ്കിൽ ഒരു പിക്ചർ ഇതിനകത്ത് ഓപ്പൺ ചെയ്തിട്ട് കൊണ്ടുവരാവുന്നതാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു പിക്ചർ ഓപ്പൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് ഒരു പിക്ചർ, ക്യാൻവാസിനകത്ത് ഒരു പിക്ചർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇങ്ങനെ സേവ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫയലിൽ പോവാം, സേവ് അല്ലെങ്കിൽ സേവ് ആസ് ഓപ്ഷൻ എടുക്കാം. അപ്പോൾ ഞാനിവിടെ സേവ് ഓപ്ഷൻ എടുക്കുന്നുണ്ട്. ഇതിനകത്ത് നമ്മൾ ഏത് ലൊക്കേഷനിലാണോ നമ്മുടെ പിക്ചർ സേവ് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതുപോലത്തെ നെയിം നമുക്ക് മാറ്റി കൊടുക്കണമെങ്കിൽ മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ ടെസ്റ്റിംഗ് പറഞ്ഞിട്ട് നെയിമിൽ വേണമെങ്കിൽ കൊടുക്കാം. എന്നിട്ട് ഞാനിവിടെ ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ലൊക്കേഷനും സെലക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ ആ ഒരു ഫയലിന് എന്താണ് പേര് കൊടുക്കേണ്ടത് അതും സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം സേവ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ക്യാൻവാസ് സേവ് ആയിട്ടുണ്ടാവും. അത് ജസ്റ്റ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ഡെസ്ക്ടോപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ testing.xcf പറഞ്ഞൊരു ഫയൽ കിടക്കുന്നുണ്ടാവും. അത് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ക്യാൻവാസ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ക്യാൻവാസ് നമ്മൾ സേവ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഉത്തരം എങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: To save a canvas, go to File menu at the top left, select Save As from the drop down. The new dialog box will appear. Select your folder, give the file name in name box and save the file. After each action, click on the Save button in the poster window to save. Question: How to apply color in Canvas? ക്യാൻവാസിനകത്ത് എങ്ങനെയാണ് കളർ അപ്ലൈ ചെയ്യുന്നത്? അപ്പോൾ ഒരു ക്യാൻവാസിനകത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സ് എങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ നോക്കാം. അപ്പോൾ ഒരു ക്യാൻവാസിനകത്ത് എങ്ങനെ കളർ അപ്ലൈ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പുതിയ ക്യാൻവാസ് എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ ഗ്രേഡിയന്റ് ടൂൾ അല്ലെങ്കിൽ ബ്ലെൻഡ് ടൂൾ വെച്ചിട്ട് കളർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഗ്രേഡിയന്റ് ടൂൾ പറയുന്നത് ഈ ഒരു കാണുന്ന ടൂളാണ്. അത് ജസ്റ്റ് സെലക്ട് ചെയ്യാം. എന്നിട്ട് നമ്മുടെ ക്യാൻവാസിൽ കൊണ്ടുവന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ സെലക്ട് ചെയ്ത കളേഴ്സ് നമുക്ക് വരുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ ഈ ഒരു കളർ പറയുന്നത് വൈറ്റും അതുപോലെ ഈ ഒരു കളർ പറയുന്നത് ബ്ലൂ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ കളർ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഇതിൽ നിന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ കളറിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഏത് കളറാണോ വേണ്ടത് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ യെല്ലോ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു യെല്ലോ ആയിരിക്കും ഇവിടെ ഗ്രേഡിയൻ്റ് ആയിട്ട് വരുന്നത്. നമുക്ക് വേണമെങ്കിൽ എൻഡ് കളർ മാറ്റി കൊടുക്കാം. ആ ഒരു പിങ്കോ എന്തെങ്കിലും റെഡോ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ കളർ അവിടെ വരുന്നതായിരിക്കും. ഇനി ഇത് കൂടാതെ നമുക്കൊരു പുതിയ കളർ ആഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് എവിടെയെങ്കിലും കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് അവിടെ കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കാം.
നമ്മൾ യെല്ലോ റെഡ് അപ്പോൾ ഒരു ബ്ലൂ ഷെയ്ഡ് വേണമെങ്കിൽ ബ്ലൂ ഷെയ്ഡ് കൊടുത്തിട്ട് ഓക്കെ കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു ക്യാൻവാസിനകത്ത് നമുക്ക് മൾട്ടിപ്പിൾ കളേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടപ്രകാരമുള്ള കളേഴ്സ് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ ഉത്തരം എങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: Imagine the poster design where you want to apply a color. Select the suitable foreground and background color using the foreground and background color tools. Click blend or gradient tool and drag and apply color to the canvas. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ച് സെലക്ഷൻ ടൂളും അതിൻ്റെ ഷോർട്ട് കട്ട് കീയും അതിൻ്റെ യൂസസും ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ നോക്കിയ അതേ ടൂൾസ് തന്നെയാണ്. അപ്പോൾ ആദ്യം വരുന്നത് റെക്റ്റാങ്കിൾ സെലക്ട് ആണ്. അപ്പോൾ റെക്റ്റാങ്കിൾ സെലക്ടിൻ്റെ ഷോർട്ട് കട്ട് പറയുന്നത് R ആണ്. അതിൻ്റെ യൂസ് പറയുന്നത് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ ഒരു പിക്ചർ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാനാണ്. പിന്നെ വരുന്നത് എലിപ്സ് സെലക്ട് ആണ്. അതിൻ്റെ ഷോർട്ട് കട്ട് കീ പറയുന്നത് E ആണ്. അത് വന്നിട്ട് എലിപ്സ് ഷേപ്പിൽ ഒരു ഷേപ്പ് സെലക്ട് ചെയ്തെടുക്കാനാണ്. പിന്നെ വരുന്നത് ഫ്രീ സെലക്ട് ആണ്. ഫ്രീ സെലക്ടിൻ്റെ ഷോർട്ട് കട്ട് കീ പറയുന്നത് F ആണ്. അത് നമ്മുടെ കൈ കൊണ്ട് വരയ്ക്കുന്ന പോലെ ആ ഒരു ഷേപ്പിൽ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാനാണ്. പിന്നെ വരുന്നത് ഫസി സെലക്ട് ആണ്. അതിൻ്റെ ഷോർട്ട് കട്ട് കീ പറയുന്നത് U ആണ്. അതായത് ആക്ച്വൽ കളർ വെച്ചിട്ട് സെലക്ട് ചെയ്തെടുക്കാനാണ് ഈ ഒരു ഫസി ടൂൾ യൂസ് ചെയ്യുന്നത്, ഫസി സെലക്ട് ടൂൾ യൂസ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് സെലക്ട് ബൈ കളർ ആണ്. അപ്പോൾ അതിൻ്റെ ഷോർട്ട് കട്ട് കീ പറയുന്നത് Shift+O ആണ്. ഇത് യൂസ് ചെയ്തിട്ട് സെയിം കളറിലുള്ള പോർഷൻസ് ഒക്കെ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ്. ക്വസ്റ്റ്യൻ: ഹൗ ടു റീനെയിം ദ ലെയർ പാനൽ. ലെയർ പാനൽ എങ്ങനെ റീനെയിം ചെയ്യാം? അപ്പോൾ ഒരു ലെയർ പാനൽ എങ്ങനെ റീനെയിം ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്കിവിടെ ഒന്നിൽ കൂടുതൽ ലെയർ ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു ലെയറിൻ്റെ പേര് നമുക്കങ്ങനെ മാറ്റി കൊടുക്കണം. അപ്പോൾ ഇവിടെ വൈറ്റ് #1 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പേര് എങ്ങനെ റീനെയിം ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ലെയറിൻ്റെ അവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എഡിറ്റ് പറഞ്ഞിട്ട് ഓപ്ഷൻ ഇതിനകത്തുണ്ടാവും. എഡിറ്റ് ലെയർ ആട്രിബ്യൂട്ട്സ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. അത് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് ലെയറിൻ്റെ നെയിം മാറ്റി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ എന്താണ് പേര് വേണ്ടിച്ച് അത് കൊടുത്തിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ലെയറിൻ്റെ നെയിം റീനെയിം ആവുന്നതായിരിക്കും. അതായത് അതിൻ്റെ പേര് മാറിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാവുന്നതാണ്. ഇത് നമ്മൾ ആ ഒരു ലെയർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇവിടെ ലെയർ നെയിമും നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാവുന്നതാണ്. നമ്മളിത് കൊടുക്കാൻ മറന്നു വെച്ചാൽ നമുക്കിവിടെ മാറ്റി കൊടുക്കാനുള്ള ഓപ്ഷൻസ് ആണ് ഇതിനകത്ത് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: ഓപ്പൺ ദ ലെയർ പാലറ്റ്. Right click on the layer to be renamed. You can also double click on the layer. Select edit layer attributes. Type a new name in the place of the existing name in the window that opens up. Click OK button. Question: how to handle show or hide icon in layer palette. Layer palette nathulla show or hide icon എങ്ങനെ ഹാൻഡിൽ ചെയ്യാം? അപ്പോൾ ലെയർ പാലറ്റിനകത്ത് നമുക്കൊരു ഷോ അല്ലെങ്കിൽ ഹൈഡ് പറഞ്ഞൊരു ഐക്കൺ ഉണ്ട്. അത് യൂസ് ചെയ്തിട്ട് ഒരു ലെയർ എങ്ങനെ ഹൈഡ് ചെയ്യാം അല്ലെങ്കിൽ ഷോ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു ക്യാൻവാസിനകത്ത് ഞാനൊരു ലെയർ ആഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിനുവേണ്ടി ഏതെങ്കിലും പിക്ചറിനകത്ത് ആഡ് ചെയ്യാം. അപ്പോൾ ഞാനൊരു ഫ്ലവർ പറഞ്ഞ പിക്ചർ സെലക്ട് ചെയ്യേണ്ട ഓപ്പൺ കൊടുക്കാം. അപ്പോൾ ആ ഫ്ലവർ ഇവിടെ നമുക്ക് സെലക്ട് ആയി വരുന്നതായിരിക്കും. ഇനി നമ്മുടെ റെക്റ്റാങ്കിൾ സെലക്ഷൻ ടൂൾ യൂസ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ഫ്ലവർ സെലക്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അതൊന്ന് കോപ്പി എടുക്കാം. എന്നിട്ട് നമ്മുടെ ഇവിടെ കൊണ്ടുപോയിട്ട് ഒന്ന് പേസ്റ്റ് ചെയ്യാം. അപ്പോൾ അതൊരു ലെയറിലായിട്ടായിരിക്കും നിൽക്കുന്നുണ്ടാവുക, ഹാങ്ങിങ് ലെയറിലായിട്ട് നിൽക്കുന്നുണ്ടാവാം. ഇനി നമുക്ക് സപ്പോസ് ഈ ഒരു ലെയർ ഇവിടെ കാണണ്ട, ഇൻവിസിബിൾ ആവണം അല്ലെങ്കിൽ ഹൈഡ് ചെയ്യണം എങ്കിൽ ഈ ഐക്കൺ കണ്ടിട്ടില്ല, ഈ ഐൻ്റെ അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ആ ഒരു ലെയർ അവിടെ ഹൈഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് കാണാൻ കഴിയില്ല. പിന്നെ അതേസമയം ആ ഒരു ഐക്കണിൽ വീണ്ടും ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ലെയർ വന്നിട്ട് നമുക്ക് ഷോ ആയിട്ട് വരും. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ലെയർ ഹൈഡ് ചെയ്യുന്നതും അതുപോലെ ഷോ ചെയ്യുന്നതും. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. To handle the show or hide icon in the layer palette, open the layer palette, locate the eye icon. To hide a layer, simply click on the eye icon next to the layer. The icon will disappear and the layer will no longer be visible in the canvas. To show a layer, click on the empty space where the eye icon was. The icon will reappear and the layer will become visible again. Question: how can we use path tools in GIMP? ജിമ്മിനകത്ത് എങ്ങനെ പാത്ത് ടൂൾ യൂസ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മൾ പാത്ത് ടൂൾ എന്താണെന്ന് നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി ആ ഒരു പാത്ത് ടൂൾ യൂസ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് ജിമ്പിൽ വർക്ക് ചെയ്യാൻ നോക്കാം.
അപ്പം നമുക്ക് വേണ്ട പിക്ചർ സെലക്ട് ചെയ്യാം. എന്നിട്ട് പാത്ത് ടൂള് സെലക്ട് ചെയ്തതിന് ശേഷം ഇപ്പം നമ്മളിവിടെ പാരറ്റ് ആണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പാരറ്റിൻ്റെ ആ ബോർഡറിൽ പാത്ത് ടൂൾ വെച്ചിട്ട് സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫുൾ പാരറ്റും സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പാത്ത് ടൂൾ വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ബോർഡർ സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചുറ്റും സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ വേണമെങ്കിൽ സൂം ചെയ്താൽ നമുക്ക് ഓരോ പോർഷൻസും കറക്റ്റായിട്ട് പാത്ത് ടൂൾ വെച്ചിട്ട് സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഫുൾ ആ പാരറ്റിനെ ഫുൾ പാത്ത് ടൂൾ യൂസ് ചെയ്തിട്ട് കവർ ചെയ്യാം. അതിനുശേഷം നമ്മൾ എല്ലാം ഫുൾ പാത്ത് ടൂൾ യൂസ് ചെയ്തിട്ട് ആ ഒരു പാരറ്റിന് നമ്മൾ എടുത്തിട്ട് സെലക്ട് ചെയ്തതിന് ശേഷം മൂവ് ടൂളിലോട്ട് പോവാം. എന്നിട്ടൊരു പുതിയ ലെയറിലോട്ട് ഈ ഒരു സെലക്ഷൻ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പം ഇങ്ങനെയാണ് പാത്ത് ടൂൾ യൂസ് ചെയ്തിട്ട് ഒരു പിക്ചറിനകത്തുള്ള ഒരു പോർഷൻ നമ്മൾ സെലക്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: ടു യൂസ് പാത്ത് ടൂൾസ്, സെലക്ട് ദ പാത്ത് ടൂൾ ഫ്രം ദ ടൂൾ ബോക്സ്, ക്ലിക്ക് ഓൺ ദ എഡ്ജസ് ഓഫ് ദ പിക്ചർ, press Ctrl key and click on the point where you start to complete the marking. Select from Path tool form the select menu to mark the path of the selected portion. Use the copy paste tool to insert the picture in the poster. Adjust the size of the image to suit the poster and save it. Question: how to improve picture quality? പിക്ചറിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുക? അപ്പോൾ ഒരു പിക്ചറിൻ്റെ ക്വാളിറ്റി എങ്ങനെ ജിമ്പിനകത്ത് ഇംപ്രൂവ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഏത് പിക്ചറിൻ്റെ ക്ലാരിറ്റി ആണോ നമുക്ക് കൂട്ടേണ്ടത് ആ പിക്ചർ സെലക്ട് ചെയ്തിട്ട് അതിനൊന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ 2 ലെയർ വരും. അതിനുശേഷം കളർ പറഞ്ഞ ടാബിനകത്ത് പോയിട്ട് അതിനകത്ത് ബ്രൈറ്റ്നസ് കോൺട്രാസ്റ്റ് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇവിടെ നമുക്ക് ബ്രൈറ്റ്നസ്സും കോൺട്രാസ്റ്റിൻ്റെ ഓപ്ഷൻ കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് ഇഷ്ടാനുസരണം ബ്രൈറ്റ്നസ് കൂട്ടുകയും അതുപോലെ കോൺട്രാസ്റ്റ് കൂട്ടുകയും ചെയ്യാം. അതുപോലെ ബ്രൈറ്റ്നസ് വേണമെങ്കിൽ നമ്മുടെ പിക്ചറിന് എങ്ങനെയാണോ വേണ്ടത് അതിനനുസരിച്ച് കൂട്ടുക കുറക്കുകയൊക്കെ ചെയ്തിട്ട് അതുപോലെ കോൺട്രാസ്റ്റും കുറച്ച് കൂട്ടിയിട്ട് നമുക്ക് കറക്റ്റ് ആ ഒരു ബ്രൈറ്റ്നസ് കിട്ടിയാൽ ഓക്കെ കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ പഴയ പിക്ചറും പുതിയ പിക്ചറും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കാൻ പറ്റും. അപ്പോൾ അവിടെ ബ്രൈറ്റ്നസ് കൂട്ടാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഒരു പിക്ചറിൻ്റെ ബ്രൈറ്റ്നസ് കൂട്ടുന്നതും കുറയ്ക്കുന്നതും അല്ലെങ്കിൽ ക്ലാരിറ്റി കൂട്ടുന്നതും കുറയ്ക്കുന്നതും. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: ഓപ്പൺ ദ പിക്ചർ, മേക്ക് ഡ്യൂപ്ലിക്കേറ്റ് ഓഫ് ദ പിക്ചർ ഓഫ് വിച്ച് യു വുഡ് ലൈക്ക് ടു ചേഞ്ച് ദ ക്ലാരിറ്റി, ക്ലിക്ക് ഓൺ ദ കളേഴ്സ് മെനു ഓഫ് ദ ജിം വിൻഡോ ആൻഡ് ഓപ്പൺ ദ ബ്രൈറ്റ്നസ് കോൺട്രാസ്റ്റ് സബ് മെനു. Move the slider in the window that opens. Change the brightness and contrast of the picture. ഇതുപോലുള്ള വീഡിയോകൾക്കായി ടോപ്പ് ട്യൂഷന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. Question: how can we blur an image using filter tool? ഒരു ഫിൽറ്റർ ടൂൾ യൂസ് ചെയ്തിട്ട് ഒരു ഇമേജ് നമുക്ക് എങ്ങനെ ബ്ലർ ചെയ്യാൻ പറ്റും? അപ്പോൾ ജിമ്പിനകത്ത് നമുക്കൊരു പിക്ചർ ബ്ലർ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്ക് ഏത് പിക്ചറാണോ ബ്ലർ ചെയ്യേണ്ടത് ആ പിക്ചർ സെലക്ട് ചെയ്യാം. അതിനുശേഷം ഫിൽറ്റർ ടൂളിൽ പോയിട്ട് ബ്ലർ പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അതിനകത്ത് നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ ഫോക്കസ് ബ്ലറാണ് സെലക്ട് ചെയ്യുന്നത്. അതായത് നമ്മൾ ഏത് പോർഷനാണോ ബ്ലർ അല്ലാണ്ട് കാണുന്നത് ആ പോർഷൻ മാത്രം സെലക്ട് ചെയ്യുക. ബാക്കിയുള്ള പോർഷൻസൊക്കെ അത് ബ്ലറാക്കി തരും. അപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണം ഏത് പോർഷനാണോ നമ്മൾ ബ്ലർ ആയാണ്ട് വേണ്ടത് നമ്മളിവിടെ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ നടുവിലുള്ള ആ ഒരു പോർഷൻ വന്നിട്ട് ബ്ലർ ആവാതെ മറ്റുള്ള പോർഷൻസ് ഒക്കെ ബ്ലറായിട്ട് വരുന്നത് കാണാം. അപ്പോൾ നമുക്ക് വേണ്ട രീതിയിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഓക്കെ ആണെന്ന് തോന്നുകയാണെങ്കിൽ അവിടെ ഓക്കെ ബട്ടൺ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ സെലക്ട് ചെയ്യുന്നുണ്ട്. സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കത് മൂവ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ആ ബ്ലർനെസ് അറിയാം. എന്നിട്ട് ഓക്കെ കൊടുക്കാം. ഓക്കെ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു പിക്ചറിൻ്റെ സെലക്ട് ചെയ്ത പോർഷൻ അല്ലാത്ത മറ്റ് പോർഷൻസ് ഒക്കെ ബ്ലറായി വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: സെലക്ട് ദ ലെയർ വിച്ച് ഇൻക്ലൂഡ്സ് ദ പിക്ചർ ദാറ്റ് യു ഹാവ് ടു ബ്ലർ. ക്ലിക്ക് ഓൺ ദ ലെയർ വിച്ച് ഹാസ് ദ പിക്ചർ ഇൻ ദ ലെയർ പാലറ്റ്. Using the selection tool, select the portion of the picture to be blurred.
Select a suitable blur tool from the blur menu that appears when you click on the filters menu. പാലക്കാട് നിവാസികളെ, ഞങ്ങളുടെ ക്ലാസ് റൂം ട്യൂഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.